ഗുഡ് മോർണിംഗ് അമ്മ. ഇന്ന് ബാച്ചിലർ ലൈഫിലെ ലാസ്റ്റത്തെ ദിവസമാണ് എൻ്റെ. ടുഡേ ഇസ് ദ ലാസ്റ്റ് ഡേ ഓഫ് മൈ ബാച്ചിലർ ലൈഫ്. രാവിലെ തന്നെ ഒരു ഗ്ലാസ് ചായ കുടിച്ച് നേരെ നമ്മൾ മുത്തശ്ശനെ കാണാൻ വേണ്ടി പോവാണ്. ഓ അത് എന്താ അടിപൊളിയാണ്, എത്ര സ്ഥലമായി. തിരിച്ചു വരുന്ന വഴി കുളങ്ങര അമ്പലത്തിലും കയറി. ഭയങ്കര സൗണ്ട് അവിടെ. അപ്പൊ ഇന്ന് കല്യാണത്തിന്റെ തലേ ദിവസമാണ്. ഇവിടെയാ എന്തൊക്കെയാണ് പരിപാടി? ഇന്ന് രാവിലെ നീറ്റിട്ട് ആ മുത്തശ്ശനുണ്ട്. രാവിലെ വെച്ചിട്ട് ഞാൻ മുത്തശ്ശനെ കാണാൻ പോയി. മുത്തശ്ശൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അച്ഛൻ. അപ്പോൾ മുത്തശ്ശന് കല്യാണത്തിന് വരാൻ പറ്റില്ല. വല്ലതും കേൾക്കുന്നുണ്ടാവുക ഞാൻ പറയണേ. അപ്പോൾ മുത്തശ്ശനെ കണ്ടു കഴിഞ്ഞ് വന്നു. പിന്നെ ഇനി ഞങ്ങൾ കുറച്ച് ഡാൻസൊക്കെ ഇന്ന് കളിക്കാനുള്ളത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ മാത്രം പ്രാക്ടീസ് ചെയ്ത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും എല്ലാവരും വരും. പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ട് അങ്ങനെ ഇനി കുറച്ച് കഴിയുമ്പം ഇത് 10 മണിക്ക് വന്ന് പിക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോയിട്ട് പെട്ടെന്ന് സാധനം മേടിച്ചിട്ട് വരണം. അധികം ടൈം വേസ്റ്റ് ചെയ്യരുത്. ഇനി എനിക്കും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ട്. അത് കഴിഞ്ഞാൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം. പിന്നെ സാരി ഉടുക്കണം. പിന്നെ രാത്രിത്തെ പ്രോഗ്രാം ഭയങ്കര നമ്മള് ഗുരുവായൂരപ്പും കെട്ടും കതിജെ പോവും. ചെറുതായിട്ട് താങ്ക്സ് ചെയ്യും. അപ്പൊ നമുക്ക് വഴിയാണ് അതിന്റെ നെയിൽ വെക്കും. ഈ ഓർഗാനിക് ഹെന്ന ആയതുകൊണ്ട് ആദ്യം അത്ര ചോത്തുണ്ടായില്ല. പക്ഷെ ഇപ്പൊ കൊള്ളാം അല്ലേ? ഇപ്പൊ ചോത്ത് സാരിലൊക്കെ ഭേദം. നാളെയാണ് കല്യാണം. റിസപ്ഷന് ഷൂട്ട് എടുക്കാൻ വേണ്ടി ഇന്ന് ഉച്ചയ്ക്ക് വന്നു. ഇനി പറയും ഇപ്പൊ നമ്മൾ എങ്ങടാ പോണേ? ഞങ്ങൾ ഗോൾഡ് എടുക്കാൻ പോവാണ്. ഓർഡർ ചെയ്ത ഗോൾഡ് എടുത്ത് കൊണ്ടുവരാൻ പോവാണ്. ഞാൻ പറഞ്ഞാണ് എനിക്ക് ഗോൾഡ് വേണ്ടത്. ഞാൻ ഗോൾഡിന്റെ ആളാണ്. ഒരേ നിർബന്ധം കൊണ്ട് മാത്രം എടുത്ത ഗോൾഡാണ്. അത് സ്വർണത്തിന് ഇപ്പൊ 1 ലക്ഷം അല്ലമ്മ. സത്യം പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായതൊക്കെ തികച്ചും യാന്ത്രികമായിരുന്നു. ഒരു ഫ്ലോയിൽ എങ്ങനെയൊക്കെയോ നടന്നു. ഞാൻ വൈകിട്ട് ബ്യൂട്ടി പാർലർ പോയി ജസ്റ്റ് ഒരു ഫേസിൽ ലൈറ്റ് മേക്കപ്പ് ചെയ്തു. തിരിച്ചു വന്നു. അപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട്സ് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രിത്തെ പ്രോഗ്രാം ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മള് മേക്കപ്പ് ചെയ്യാൻ പോവാണ്. ഇതാ ഇന്ത്യയിലുണ്ട്. ഇത്രത്തെ പരിപാടിയുടെ ഒരുപാട് ക്ലിപ്സ് ഒന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ആ പ്രോഗ്രാം കഴിഞ്ഞ് നമ്മൾ നേരെ അങ്ങ് കുളിച്ചിട്ട് പോവുക ചെയ്ത്. ഉറങ്ങിയിട്ടൊന്നുമില്ല. നേരെ നമ്മൾ ഗുരുവായൂർ പോയി അവിടെ റൂം എടുത്തു. പെട്ടിക്ക് കേടുപാടൊന്നും
ഇത് നല്ല ആർട്ടിഫിഷ്യൽ ചിരി അത്ര. അതെ ഉണ്ട്. അതിന്റെ മെമ്മറിയാണ്. ഇഷ്ടമുള്ള ഇങ്ങനെയൊക്കെ മേലില് ഇച്ചിരി ഡാർക്ക് ആയ പോലെ ഉണ്ടോ? ഇല്ലല്ലേ, എടുത്തറിയാനുണ്ടോ? ഞാനാണ് കല്യാണം കൊണ്ട് നീയാണല്ലേ ഫ്രണ്ടിലേക്കില്ലേ നടക്കോ? ഒരു ഇങ്ങനെ കാണുമ്പോ വേറെ, ഇങ്ങനെ കാണുമ്പോ വേറെ. അങ്ങനെയല്ലേ നമ്മുടെ വേറെ ഇതായിട്ടുള്ള വിഷയങ്ങളിലേക്കാണ്. ഇങ്ങനെയല്ല നീ ഇങ്ങനെയല്ല. കാണാൻ ഭംഗി. ഓക്കെ, അപ്പൊ നേരെ കാണാനാണ് ഭംഗി. നേരെ തിരിച്ചു കാണിക്കോ? ക്യാമറ കാണില്ല. അപ്പൊ നമ്മള് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞു, നല്ല വൃത്തി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി അവരെ വെയിറ്റ് ചെയ്യുക. ആരും എത്തിയിട്ടില്ല, ഞങ്ങളെ മാത്രം കഴിഞ്ഞ് നമ്മുടെ കഴിഞ്ഞു, വേറെ ആരും എത്തിയിട്ടില്ല. ഞാൻ വോയിസ് ഓവർ ചെയ്യില്ല, അതുകൊണ്ടല്ലേ ഞാൻ സംസാരിക്കണേ. ബാക്കിയൊക്കെ ഞാൻ വോയിസ് ഓവർ ചെയ്യില്ലേ. ഞങ്ങളൊക്കെ നേരത്തെ കാലത്ത് റെഡിയായി ഗേൾസ് ടീം. അതെ, വേറെ ആരും ഇവിടെ വന്നിട്ടില്ല. ക്യാമറയിൽ ഞാൻ വിചാരിന്റെ നല്ല കേളയൊക്കെ നല്ല വൃത്തി ചെയ്തിട്ടുണ്ട്. നമ്മുടെ താലിയിട്ട് കഴിയുമ്പോ നമുക്ക് ഈ ഫോട്ടോ സ്റ്റോറി ഇടണം കേട്ടോ. ഒന്ന് ഫോട്ടോ എടുക്കോ? ഞാൻ റെഡിയായി, അവരാരും വന്നില്ല, അവർ വിളിച്ചിട്ട് എത്തിയില്ല. ഫേസ് ഒന്ന് കുറച്ചുകൂടെ
സെക്കൻഡ് ലുക്ക് ചേഞ്ച് ചെയ്തു. അങ്ങനെ ഇനി നേരെ ശരിക്കും പോകേണ്ടത് എൻ്റെ വീട്ടിലെ അമ്പലത്തിലോട്ടായിരുന്നു. അത് നമുക്ക് പ്ലാന് ലാസ്റ്റ് മിനിറ്റ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. നേരെ പോയത് മിഥുവിൻ്റെ വീട്ടിലേക്കായിരുന്നു. അങ്ങനെ അവിടെ കയറി അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഓഡിറ്റോറിയത്തിലേക്ക് പോയത്. അങ്ങനെ നമ്മുടെ ടൈമൊക്കെ ആകെ കഴിഞ്ഞു പോയി. അങ്ങനെ എല്ലായിടത്തും ഇങ്ങനെയല്ല, പക്ഷെ അപ്പോഴത്തെ കുറച്ച് സാഹചര്യങ്ങളും ഉണ്ട്, അങ്ങനെ ആവേണ്ടി വന്നു. എന്നിട്ട് ഇനി നമുക്ക് നെക്സ്റ്റ് ഓഡിറ്റോറിയത്തിലോട്ട് പോകാം. എല്ലാ ക്ലിപ്സും അങ്ങനെ തന്നെ റോ ആയിട്ട് ഇടണമെന്നായിരുന്നു എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു എൻ്റെ വെഡ്ഡിങ് വ്ളോഗിൽ. ഇതെനിക്കറിയാം ഒരുപാട് വ്യൂസ് ഒന്നും ഉണ്ടാകാൻ പോകുന്നൊരു വീഡിയോ അല്ല, പക്ഷേ ഇതെനിക്ക് ലൈഫ് ലോങ് കാണേണ്ട ഒരു മെമ്മറിയാണ്. അപ്പോൾ ഇത് ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ കിടന്നുള്ളൂല്ലോ. അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഉള്ളതുകൊണ്ട് മേ ബി കോപ്പിറൈറ്റ് വരും, അതുകൊണ്ട് പിന്നെ അത് ഓഫ് ചെയ്താൽ. ഇതിൽ വോയിസ് ഓവർ പറയാൻ വേണ്ടിയിട്ടൊന്നും അധികം ഇല്ല. ഭയങ്കര ഇമോഷണലായിട്ടുള്ള ഒരു സമയമായിരുന്നു അത്. അവര് വിളമ്പ് കൊടുക്കും നോക്കും. ഇതോ അമ്മ ഇത് ഭയങ്കര ജാടയായിട്ടോ അല്ലെങ്കിൽ ഇതിന് ഇഷ്ടമല്ലായിട്ടോ അല്ല, ഒരുപാട് കാര്യങ്ങൾ ചുറ്റും നടക്കുന്നതുകൊണ്ട് ഫാമിലിക്ക് നോക്കാൻ പറയാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ ആ സമയത്ത് വീഡിയോ എടുത്ത് വെച്ചത്. അമ്മ അപ്പൊ ഞാൻ പോയിട്ട് വരാം. എടാ നന്നായി നോക്കണം കേട്ടോ. ഒരു 10-50 കപ്പിൾ ഫോട്ടോ അടിച്ചാൽ തരാം. അതാണ് ഗെറ്റ് വാഴ എല്ലാവരും എനിക്കൊരു ഓപ്ഷൻ. കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ് ഗായ്സ്. ഓൾ ഡൺ. ഡ്രസ് മാറ്റിയിട്ടുള്ളൂ, കുളിച്ചിട്ടൊന്നുമില്ല. അണിയാണ് സ്വീകരണം. അപ്പൊ മുടിച്ച് സ്വീകരിച്ചാലോ.